ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയും കൂടെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയം ഉള്ളിയുടെ ആ ഒരു കളറൊന്നും മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാകുമ്പോഴാണ് കേട്ടോ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്ര തന്നെ മതിയാകും കേട്ടോ. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് കളർ മാറിപ്പോകും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയൊരു തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണേ, അതുവരെ നമുക്ക് ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. തക്കാളി ഈ ഒരു പാകത്തിലാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മോര് ഒഴിച്ച് കൊടുക്കുന്നത്. മോര് നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല, ആ ഒരു ചട്ടിയുടെ ചൂടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ തക്കാളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ്. അതുപോലെ തന്നെ മോര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ, എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു മോരിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരുള്ളൂ, ആ ഒരു യെല്ലോ കളറിലേക്ക് ആയിക്കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്